എൻ്റെ കൃഷ്ണ, ഇന്ന് ദാമോദര മാസം ആരംഭം. ഇന്ന് മുതൽ നവംബർ 5 വരെയാണ് ദാമോദര മാസം അല്ലെങ്കിൽ കാർത്തിക മാസം ആചരിക്കുന്നത്. യുഗങ്ങളിൽ ഏറ്റവും മികച്ചത് സത്യയുഗമായിരിക്കുന്നത് പോലെ മാസങ്ങളിൽ ഏറ്റവും പുണ്യകരവും ഭഗവാൻ കൃഷ്ണന് ഏറ്റവും പ്രിയപ്പെട്ടതുമായ മാസമാണ് കാർത്തിക. വികൃതിയായ കുഞ്ഞു കണ്ണനെ അമ്മ യശോദ ദാമം അഥവാ കയറുകൊണ്ട് ഉദരത്തിൽ, അതായത് വയറിൽ ബന്ധിച്ചതിൻ്റെ അനുസ്മരണമത്രേ ഈ മാസം. തൈര് പാത്രം പൊട്ടിച്ച് ഉറിയിൽ തൂക്കിയിട്ടിരുന്ന വെണ്ണ മോഷ്ടിച്ചതിൻ്റെ പേരിൽ ശിക്ഷിക്കാനായി ഉണ്ണിയുടെ പിറകെ അമ്മ യശോദ ഓടുന്നു. മാതാവിൻ്റെ സ്നേഹത്തിനും വാത്സല്യത്തിനും മുന്നിൽ ഭഗവാൻ പിടികൊടുക്കുന്നു. ഉണ്ണി വയറിലൂടെ കയറുകൊണ്ട് ഉരലിലാണ് അമ്മ യശോദ ബന്ധിച്ചത്. ഉരലും വലിച്ചുകൊണ്ട് ഉണ്ണിക്കണ്ണൻ ഒരേപോലുള്ള 2 അർജുന വൃക്ഷങ്ങളുടെ നടുവിലൂടെ കടക്കാൻ ശ്രമിക്കുന്നു. ആയാസകരമായ ഈ പ്രവൃത്തിയിൽ മരങ്ങൾ മറിഞ്ഞു വീഴുകയും മണിഗ്രീവനും നളകുവരനും വെളിയിൽ വരികയും ചെയ്യുന്നു. കുബേരൻ്റെ പുത്രന്മാരായ മണിഗ്രീവനും നളകുവരനും നാരദ മുനിയുടെ ശാപം മൂലമാണ് വൃക്ഷങ്ങളായി മാറിയത്. ഈ മാസത്തിൽ കൃഷ്ണഭജനയോ മറ്റ് ആത്മീയ പ്രവർത്തനങ്ങളോ 100 മടങ്ങ് ഗുണം പ്രദാനം ചെയ്യുന്നു. ഭഗവാന് മുന്നിൽ നെയ്വിളക്ക് കത്തിക്കുന്നതും വിളക്ക് സമർപ്പിക്കുന്നതും വഴി അനേകായിരം മടങ്ങ് അനുഗ്രഹങ്ങൾ ലഭ്യമാകുന്നു. തുളസി ദേവിയും ഈ മാസം ആരാധിക്കപ്പെടുന്നു. കാർത്തിക മാസം മുഴുവൻ വ്രതം അനുഷ്ഠിക്കാൻ സാധിക്കാത്തവർക്ക് ഭീഷ്മ പഞ്ചകം എന്നറിയപ്പെടുന്ന മാസത്തിൻ്റെ അവസാന 5 ദിവസങ്ങൾ വ്രതം അനുഷ്ഠിച്ചാൽ മുഴുവൻ കാർത്തിക വ്രതത്തിൻ്റെയും ഫലം ലഭിക്കുമത്രേ. ദിവസവും ദാമോദരാഷ്ടകം ചൊല്ലുന്നതും അതീവ ശ്രേയസ്കരമത്രേ. കൃഷ്ണ ഐശ്വര്യത്തിൻ്റെ ഈ ഭാഗം ഇഷ്ടമായോ? എങ്കിൽ ഈ യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.